ഇവിടെ നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമായി വല്യേപ്പിയും ചെറിയേപ്പിയും രണ്ട് കാര്യപ്പെട്ടങ്ങളെ കൂട്ടത്തിലുള്ള രണ്ടാൾക്കാരാണുള്ളത്. വല്യേപ്പി മാത്രമല്ലല്ലോ, എന്ത് മഹത്വങ്ങൾ ഈ പറയണത്. അവർ നേർക്കുനേരെ ഇരിക്കുന്നു. ഒരു ദിവസമാണോ 2 ദിവസമാണോ? ഈ നമ്മുടെ ശൈഖുനയുമായി ബന്ധപ്പെട്ടൊരു പോക്കാണോ അത്? ശൈഖുനയുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾ ഈ ഹദറത്തിൽ പോകുന്നുണ്ട്. TMC ഉസ്താദിന്റെ കൂടെ. TMC ഉസ്താദിനെ ഞങ്ങൾ ഒരുപാട് കാലം എതിർത്ത്. ആ TMC ഉസ്താദ് വഫാത്തായപ്പോൾ ഈ 2 പണ്ഡിതന്മാരോട് വന്നല്ലോ, ചെറിയേപ്പിയും വന്ന് വലിയേപ്പിയും വന്ന്. നിങ്ങളെ ഇടയിലുള്ള ശൈഖാനിയല്ലേ ഇപ്പൊ? അല്ല, നിങ്ങൾ എന്ത് വജീദങ്ങൾ ഈ ദർശനത്തിന്റെ നാട്ടു ദർസ്, നിങ്ങളൊക്കെ മൂട്ടിൽ വേറെ ദർശനത്തിന്റെ കൊലയാണ്. തീയിട്ട് ചൂടാക്കണം വരെ ഒരു ഹിദായത്തിന്റെ രൂപമില്ലാതെ നാട്ടു ദർസ്. ആരെ കിതാബ്? എന്തിന് നിങ്ങൾ ഏപ്പിന്റെ കിതാബ് ആയിട്ട് അടക്കണം? നിങ്ങൾക്ക് അവരോട് വലിയ ബഹുമാനമുണ്ടോ? കാന്തപുരം ഉസ്താദിന്റെ ദർസാണ്, വജീസാണ്, എന്തോ അലക്കന്റെ മൂടങ്ങൾ ഈ പറയണേ. അവരിക്കല്ലേ ഈ മഹാന്റെ സന്നിധിയിൽ. എന്നിട്ട് കൊട്ടുകാരക്കാരൻ സാദി അവിടെ പൂനൂര് വന്ന് പ്രസംഗിക്കുകയാണ്. അത് പിന്നെ സ്ഥലക്കച്ചവടത്തിന് പോയതാണ്. ഉളുപ്പുണ്ടല്ലോ ഇതിനൊക്കെ. ഇതൊക്കെ ഹിപ്പോപ്പൊട്ടാമാസിനേക്കാളും തൊലിക്കട്ടി പച്ച കള്ളം പറയാം. ഈ AP ഉസ്താദ്, ചെറിയ AP ഉസ്താദ് വഫാത്തായി. വലിയേപ്പി ഇന്നുമില്ലേ? എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് വലിയേപ്പിക്ക് അത്തും പിത്തുമാണ്, അല്ലെങ്കിൽ സമനില തെറ്റി ജതുബാണെന്ന് ഇപ്പൊ നിങ്ങൾ പറയില്ല. കാരണം ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ വജീദ് സ്വീകരിക്കാൻ പറ്റൂലല്ലോ കിതാബ്. ശരിയായ ബോധമുള്ളകാരാണല്ലോ അവരിയ്ക്കണ. അവരോട് എന്താണ് ആ ഹദറത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരായി പോയിരിക്കണത്? ഇത് പോരെ അവരൊരു ആലിമായി, ഒരു നേതാവായി സ്വീകരിക്കണ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇന്നലെ പോലും നമ്മുടെ മജ്‌ലിസിലൊക്കെ ശൈഖുനെ കാണാനും അതുപോലെ തന്നെ ഹദറത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോലെ ഖേദം പ്രകടിപ്പിച്ച് വന്ന ആളുകൾ ഇന്നലെ ഷാദുലി മജ്‌ലിസിലൊക്കെ ഉണ്ടല്ലോ. AP ഉസ്താദും ചെറിയ AP ഉസ്താദും അവർ മോശക്കാരാ? അവരവരുടെ തിരക്കിനിടയിൽ അവിടെ പോയിരിക്കുകയാണ്, മണിക്കൂറുകളാണ്. എന്നിട്ട് എന്താ അവരോട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? വലിയ വലിയ ഉപദേശങ്ങൾ. ഉസ്താദിനൊക്കെ ശരിക്ക് ഒരു ആലിമായ, ഒരു നേതാവായി അംഗീകരിക്കുന്ന ഒരു സദാ മനുഷ്യന്റെ ഉള്ളിലെത്തണ്ട പടച്ചോനെ. അവരൊക്കെ പോയിരുന്ന സ്ഥലമാണല്ലോ. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഇത് നോക്കൂ നിങ്ങൾ. ആദാണ്ട് കണ്ടതോടുകൂടി നേരത്തെ അബ്ദുല്ലാഹിബ്നു സലാമിന്റെ മറ്റേ ടീമിൻ്റെത് പോലെ ഇവരെല്ലാവരും അതിൽ ഏപ്പിനെ സ്വീകരിക്കൂല, സ്ഥല കച്ചവടാക്കി നിങ്ങൾ. എന്നിട്ട് പിന്നെ അതിന് വേറെന്തൊക്കെയോ കുതിര കയറാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ എന്ത് സുന്നി നടപ്പിലാക്കാൻ നിങ്ങൾ ഇറങ്ങണത്? ഇതല്ലേ തൊയ്യൂറുസ്താദൊക്കെ ലക്ഷണം കെട്ട? ഇതിനേക്കാൾ വലിയ ലക്ഷണം കെട്ടൊരു വേറുണ്ടോ? ലക്ഷണമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് മൗലം പാലിക്കേണ്ട സ്ഥലമാണ്.